മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മാതൃഭൂമിയുടെ ഇലക്ഷൻ ബസ് യാത്ര പാലക്കാട് എത്തിയ സമയത്ത് അഭിലാഷും, അതായത് മാതൃഭൂമിയുടെ അവതാരകര് ശോഭാ സുരേന്ദ്രനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സിനിമാ രംഗത്തുള്ള രമേശ് പിഷാരടിയും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ള ഈ റസാക്കി എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥിയെ കുറിച്ചും എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഒന്നൊന്നര മറുപടി കൊടുക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. സുന്ദരമായ മറുപടിയാണ്, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഏതൊരു തെരഞ്ഞെടുപ്പിൽ പോകുന്ന സമയത്തും എനിക്ക് അവിടെ കാണാൻ സാധിക്കാറ് ഘടാഘടിയന്മാരായിട്ടുള്ള നേതാക്കന്മാര്. കാരണം നമ്മുടെ മുന്നിൽ വരാറുണ്ട്. ഇപ്പൊ പാലക്കാട് തന്നെ 10 വർഷം മുമ്പ് 2016 ഇലക്ഷന് മത്സരത്തിന് വരുന്ന സമയത്ത് 15 വർഷം പാർലമെന്റേറിയൻ ആയിരുന്ന NN കൃഷ്ണദാസിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഒരു കാര്യം, അദ്ദേഹത്തെ പോലും 3-ാം സ്ഥാനത്തേക്ക് മാറ്റാൻ അന്ന് BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ 2-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എനിക്ക് വളരെ കുറഞ്ഞ സമയമാണ് ഇവിടെ ചെലവഴിക്കാൻ സാധിച്ചത്. എന്നാൽ ഇത്തവണ എന്ന് പറയുന്നത് എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തോന്നുന്നത്, സത്യത്തിൽ എനിക്കതൊരു ദുഃഖമാണ് തോന്നുന്നത്. എത്രയോ പരിണിതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ പാലക്കാടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പാലക്കാടുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള, പാർട്ടി ഏതോ ആവട്ടെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള നല്ല നല്ല നേതാക്കന്മാർ ഏറെയുള്ള ഈ ജില്ലയിൽ ഇത്തരമൊരു സാഹചര്യം എന്തിനാണ് രണ്ട് പാർട്ടികളും ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമല്ല, എനിക്ക് ദുഃഖമാണുള്ളത്. നിങ്ങൾ കേട്ടില്ലേ? യഥാർത്ഥത്തിൽ ഈ മറുപടിയൊക്കെ കോൺഗ്രസിന്റെയും പാലക്കാട്ടെ CPM-ന്റെയൊക്കെ പ്രവർത്തകര്, അതിലെ നേതാക്കന്മാരാണ് ഒരുപാട് ചിന്തിക്കേണ്ടത്. കോൺഗ്രസ് ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊരു സിറ്റിംഗ് സീറ്റാണ്. യൂത്ത് കോൺഗ്രസിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള നിരവധി നേതാക്കന്മാര് പാലക്കാടുണ്ട്. നമ്മളൊക്കെ നിരന്തരം കാണുന്ന ആളുകൾ പോലുമുണ്ട്. KSUവിൽ അവിടെ നിരന്തരം ആളുകളുണ്ട്. അതേപോലെ തന്നെ CPM എടുത്തു നോക്കുകയാണെങ്കിലും അവിടെയും നിരവധി നേതാക്കന്മാരുണ്ട്. പക്ഷെ അവരാരെയും LDFO UDF സ്ഥാനാർത്ഥിയാക്കില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും KSUവിലെയും ആളുകളാണ് യഥാർത്ഥത്തിൽ മണ്ടന്മാരായത്. രമേശ് പിഷാരടിയെ പോലെ ഈ കലാകാരന്മാർ, സിനിമാ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ ഇലക്ഷനിൽ ഇറങ്ങാറൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊരു ഏറ്റവും ചുരുങ്ങിയത് അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയമെങ്കിലും അറിയേണ്ടതായിട്ടുണ്ട്. പിഷാരടിയുടെ രാഷ്ട്രീയ ബോധമൊക്കെ പാലക്കാട്ടെ ജനതയും അതിലൂടെ കേരള ജനതയൊക്കെ തന്നെ ഇതിലൂടെ തിരിച്ചറിഞ്ഞതല്ലേ. ശോഭ ഇവിടെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് 1500 രൂപയുടെ പച്ചക്കറി കിറ്റ് പോലും വീടുകളിലേക്ക് എത്തുമെന്നും ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി 30 ദിവസത്തിനുള്ളിൽ എത്തുമെന്നും അതേപോലെ തന്നെ 4 MLA ഓഫീസ് ഒരു മണ്ഡലത്തിൽ ഉണ്ടാവുമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോ മറുഭാഗത്ത് നിന്ന് രമേശ് പിഷാരടി പ്രഖ്യാപിക്കുന്നത് ഞാൻ മമ്മൂട്ടിയെ കൊണ്ടുവരും. മമ്മൂട്ടിയുടെ കൂടെ നടന്നതാണ് യഥാർത്ഥത്തിൽ രമേശ് പിഷാരടിയുടെ യോഗ്യത UDFൽ മത്സരിക്കാൻ. അതേസമയം അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ നിരവധി തല്ലുകൊണ്ട്, അടികൊണ്ട്, പോലീസിന്റെ ലാത്തി വീശൽ കൊണ്ട് ഒരു ഗുണവുമില്ല, ഒരാളെ പോലും സ്ഥാനാർത്ഥിയാക്കില്ല. യഥാർത്ഥത്തിൽ ഒരു സിനിമാ മേഖലയിൽ നിന്നൊക്കെ ആള് വരുമ്പോ പരാജയപ്പെടുന്ന ഏതെങ്കിലും സീറ്റാണ് കൊടുക്കാറുള്ളത്. എന്നിട്ട് അതാണ് അവര് പിടിച്ചെടുക്കാറുള്ളത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സുരേഷ് ഗോപിയൊക്കെ മത്സരിച്ച് അവിടെ ഒരിക്കൽ പോലും BJP ജയിച്ചൊരു സ്ഥലമല്ല. അവിടേക്കാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുന്നത്. അതും ഒരു തവണയല്ല, നിരവധി തവണ അവിടെ തന്നെ നിന്നിട്ടാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചതിന് ശേഷമാണ് സുരേഷ് ഗോപി വിജയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരെയും KSUക്കാർക്കൊക്കെ പണി കൊടുത്തതാ. അവിടെയുള്ള നേതാക്കന്മാരെ വെട്ടിയിട്ട് അങ്ങ് എറണാകുളത്ത് നിന്ന് ഒരുതരം പിടിച്ച് പാലക്കാട്ടേക്ക് ഇറക്കുക. എന്നിട്ട് ഇവിടെ അടിമകളെ പോലെ പാലക്കാട് ഒരുപാട് ആളുകൾ ഇപ്പോ രമേശ് പിഷാരടിക്ക് വേണ്ടി ഉളുപ്പില്ലാതെ പണിയെടുക്കുന്നുണ്ട്. രമേശ് പിഷാരടി ആണെങ്കിൽ ശോഭാ സുരേന്ദ്രന്റെ എതിരെയായിട്ട് പ്രഖ്യാപനങ്ങള് മമ്മൂട്ടിയെ കൊണ്ടുവരും, സിറ്റിംഗ് MLA ചെയ്തു വെച്ചത് തുടരും. സിറ്റിംഗ് MLA ചെയ്തു വെച്ചതിന്റെ അപമാനം കൊണ്ടാണ് കോൺഗ്രസ് എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എടുത്തങ്ങ് പുറത്തേക്ക് എറിഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ഒരു വകതിരിവുമില്ലാതെ രമേശ് പിഷാരടി പറയുന്നത് ഞാന് സിറ്റിംഗ് MLA ചെയ്തു വെച്ചത് തുടരും, മമ്മൂട്ടിയെ കൊണ്ടുവരും. ഇതുകൊണ്ടൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് മാതൃഭൂമിയോട് പറയുന്നത്. ഒരു തരത്തിലും ഒരു വെല്ലുവിളി ഉയർത്താൻ ഈ പറയുന്ന രമേശ് പിഷാരടിക്കോ അതേപോലെ തന്നെ LDF സ്ഥാനാർത്ഥിക്കോ ഒരു ഘട്ടത്തിലും സാധിക്കുന്നില്ല എന്നുള്ളത്.
അല്ലെങ്കിലും നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച എവിടെയാണ് വോട്ട് അധികരിപ്പിക്കാത്തത്? ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ ലക്ഷത്തിലും അധികം വോട്ടേ ഒരാള് വന്ന് മത്സരിക്കുമ്പോ 1,00,000-ലും അധികം വോട്ടൊക്കെയാ അധികരിപ്പിക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തില് BJP-യെ 2ാം സ്ഥാനത്തേക്ക് എക്കാലത്തും BJP വലിയ ചർച്ചയാ പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ കുറിച്ച്. ഏതു പ്രമുഖ മാധ്യമങ്ങളാണെങ്കിലും പാലക്കാട് ചർച്ച ചെയ്യുമ്പോ BJP പിടിക്കുമോ പിടിക്കില്ല എന്ന ചർച്ച. എന്നാൽ ആ പിടിക്കുമോ പിടിക്കില്ല എന്ന ഘട്ടത്തിലേക്ക് ആ സീറ്റിനെ എത്തിച്ചതാരാ? ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടോ UDF സ്ഥാനാർത്ഥിയാക്കിയത് ആരെയാ? ഒരു സിനിമാ നടനെ. യഥാർത്ഥത്തിൽ അവിടെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ വെച്ചിട്ട് ആ സംഘടനാപരമായിട്ട് കോൺഗ്രസിനെ ഒന്ന് വളർത്താൻ നോക്കിക്കൂടെ? ഈ പിഷാരടിയൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് ആർക്കെങ്കിലും നേരിട്ട് പോയിട്ട് ഒരു പരാതിയൊക്കെ ബോധിപ്പിക്കാൻ പറ്റിയ ഒരാളാണോ? അതേസമയം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ്, പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കന്മാര്, പാലക്കാട്ടെ KSU നേതാക്കന്മാര് അവിടെ സംഘടനാ പ്രവർത്തനവുമായിട്ട് വെയിലുകൊണ്ട് അധ്വാനിച്ച് കേസായി കോടതിയായി ജീവിതം തന്നെ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ച ഒരാളെ പോലും പരിഗണിക്കാതെ വലിയ രീതിയിൽ ജനങ്ങളിൽ നിന്ന് മാറി മുന്നോട്ട് പോകുന്ന ഒരു സിനിമാ നടനെ പിടിച്ച് നിർത്തിയെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ്സുകാരെ KPCC വഞ്ചിച്ചതാണ് എന്നുള്ളത് യാഥാർത്ഥ്യം. വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തവണ എങ്ങാനും പാലക്കാട് രമേശ് പിഷാരടി വിജയിച്ചാൽ പിന്നീട് ഒരിക്കലും ആ സീറ്റ് അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാരനോ മത്സരിക്കാൻ പോലും പോകുന്നില്ല. അതൊക്കെയാണ് വലിയ യാഥാർത്ഥ്യം. അവിടെ പണിയെടുക്കുന്ന കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എക്കാലത്തും രമേശ് പിഷാരടിക്ക് വേണ്ടി പണിയെടുക്കണം. അതേ സമയത്ത് രമേശ് പിഷാരടി പരാജയപ്പെട്ടാലേ അവിടെയുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്കോ ഒരു ചാൻസ് എങ്കിലും ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം. ഇനി രമേശ് പിഷാരടി പരാജയപ്പെട്ടാൽ മമ്മൂട്ടിയുടെ ഒപ്പം അടുത്ത സിനിമകളിലേക്ക് രമേശ് പിഷാരടി അങ്ങ് പോകും. രമേശ് പിഷാരടിക്ക് കോൺഗ്രസ് പൊട്ടിയാൽ എന്താ? എടുക്കും നിലയ്ക്കും ഇങ്ങനെ വന്ന് കോൺഗ്രസ് എന്ന് പറയുന്നതിലപ്പുറം രമേശ് പിഷാരടിക്ക് എന്ത് കോൺഗ്രസ്? ഇതൊക്കെ അവിടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഒരൊറ്റ ചോദ്യം. ഏതായാലും ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചത് വളരെ വ്യക്തമാണ്. LDF-ന്റെ സ്ഥാനാർത്ഥിക്കോ അവിടെ പറയുന്ന UDF സ്ഥാനാർത്ഥിക്കോ ജനങ്ങളുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട്? പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പാലക്കാട്ടെ ജനത എന്നല്ല, ഏതെങ്കിലും ജനങ്ങളുമായിട്ട് നിരന്തരം ഇടപഴകാറുണ്ടോ? ഒരു സിനിമാ നടൻ എത്രത്തോളം ഇടപഴകും? ഇതൊക്കെ ഓരോ ആളുകളും ചിന്തിക്കണം. അപ്പോഴേക്ക് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ആരും ചാടണ്ട. സുരേഷ് ഗോപി നിരവധി തവണ ഈ പറയുന്ന തൃശ്ശൂരിൽ പരാജയപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ജനങ്ങൾ സ്വീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം വിജയിച്ചത്. ഈ രമേശ് പിഷാരടിയൊന്നും വോട്ട് ചെയ്യാനൊന്നും യഥാർത്ഥത്തിൽ പാലക്കാട് ബോധമുള്ള ഒരു മലയാളിയും രമേശ് പിഷാരടിക്കൊന്നും വോട്ട് ചെയ്യൂല. അതേസമയം ജനങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ കരുത്തയായിട്ടുള്ള ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അവരെ തന്നെയാണ് പാലക്കാട്ടെ ജനത വിജയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണയെങ്കിലും BJP സ്ഥാനാർത്ഥിയെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട്ടെ ജനത വിജയിപ്പിച്ചാൽ പാലക്കാട്ടെ ജനതയ്ക്ക് വലിയ ഉപകാരമാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രഖ്യാപനങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുറത്തു നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത്.